ചുരുളഴിയാതെ ദുരൂഹത. ബ്രിസ്റ്റോളിൽ സൂട്ട്കേസുകളിൽ മൃതദേഹം കണ്ടെത്തിയത് 2 പേരുടേതെന്ന് പോലീസ്. പ്രതി ഇപ്പോഴും കാണാമറയത്ത്. ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് അടച്ചിട്ട ലണ്ടനിലെ ഫെർട്ടിലിറ്റി ക്ലിനിക് അടുത്ത മാസം തുറക്കും. പൂട്ടിയത് ക്ലിനിക്കിലെ ഭ്രൂണങ്ങൾ നഷ്ടപ്പെട്ടതിന് പിന്നാലെ. ജയിലുകളിലെ തിരക്ക്. ബ്രിട്ടനിൽ സെപ്റ്റംബറിൽ ആയിരക്കണക്കിന് തടവുകാരെ മോചിപ്പിക്കും. ഹമാസ് ഭീകര സംഘടന. സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് അർജന്റീന. ഉത്തരവിട്ട് പ്രസിഡന്റ് ഹാവിയർ മിലി. ട്രംപിന് സംഭാവന നൽകി മസ്ക്. ഇളവുകൾക്ക് വേണ്ടിയാണ് പണം നൽകിയത് എന്ന് ഡെമോക്രാറ്റുകൾ. ആണവ പ്രതിരോധ രേഖയിൽ ഒപ്പുവെച്ച് US-ഉം ദക്ഷിണ കൊറിയയും. പരീക്ഷ നടക്കുന്നതിനിടെ സ്കൂൾ കെട്ടിടം തകർന്നു. നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് 22 പേർ, 130 പേർക്ക് പരിക്ക്. പരീക്ഷണ പറക്കലിനിടെ വനമേഖലയിലേക്ക് കൂപ്പുകുത്തി. റഷ്യൻ യാത്രാ വിമാനത്തിലെ എല്ലാവരും കൊല്ലപ്പെട്ടു. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിൽ ഭേദഗതി. ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം. കെ കരുണാനിധിക്ക് ആദരം. ജന്മശതാബ്ദി വർഷത്തിൽ 100 രൂപ നാണയമിറക്കി കേന്ദ്രം. നീതി ആയോഗിന്റെ പട്ടികയിൽ കേരളം വീണ്ടും 1ാമത്. നേട്ടം തുടർച്ചയായ 4ാം തവണ. തൃശൂരിൽ വീണ്ടും സാമ്പത്തിക തട്ടിപ്പ്. 100 പേർക്ക് നഷ്ടപ്പെട്ടത് 10 കോടി. ആശങ്കയിൽ പ്രവാസി നിക്ഷേപകർ. തെരഞ്ഞെടുപ്പ് തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല. പിണറായി പൂർണ്ണ സംഖ്യയായി മാറിയിരിക്കുന്നു. കെ മുരളീധരൻ.